അയാൾക്ക് എന്താ വേണ്ടത്, അയാൾ എന്താ ആവശ്യപ്പെടുന്നത്, എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന ആ ഒരു ആംഗിളിൽ എങ്ങനെയാണ് ഹിന്ദി സാധാരണക്കാരുടെ സംസാരത്തിൽ കൊണ്ടുവരിക എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓ ക്യാ മാങ്തേ ഹേ, ക്യാ മാങ്തേ ഹേ, അതാണ് ഒരു നല്ല വേർഡ്. ഓ ക്യാ മാങ്തേ ഹേ യാർ, ഓ ക്യാ മാങ്തേ ഹേ, അദ്ദേഹം എന്ന അർത്ഥത്തിനായതുകൊണ്ട് മാങ്തേ ഹേ പറയുന്നത്. നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കാത്തൊരു പുള്ളിയെ പറ്റിയാണ് പറയുന്നത് ക്യാ മാങ്താ ഹേ എന്ന് പറഞ്ഞാൽ മതി. അതൊരു സഹോദരിയെക്കുറിച്ചാണ് ക്യാ മാങ്തി ഹേ എന്ന് പറയാം. ഓക്കെ, മാങ്ങിന എന്ന് പറയുന്നത് ആവശ്യപ്പെടുക എന്നൊരർത്ഥത്തിനാണ്. ഇനി അടുത്തോണ്ട് ക്യാ ചാഹത്തേ ഹേ, ആപ് ക്യാ ചാഹത്തേ ഹേ, താങ്കൾ എന്താണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ താങ്കൾ എന്താണ് ആവശ്യപ്പെടുന്നത്, ആപ് ക്യാ ചാഹത്തേ ഹേ എന്ന് പറയാം. അപ്പോൾ രണ്ടെണ്ണം പഠിച്ചു. ഒന്ന് ക്യാ മാങ്തേ ഹേ, ക്യാ ചാഹത്തേ ഹേ, ക്യാ മാങ്തേ ഹേ, ക്യാ ചാഹത്തേ ഹേ, എന്താണ് ആവശ്യപ്പെടുന്നത്. അതേ ആംഗിളിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, നിങ്ങളോടൊരു കാര്യം പറയേണ്ടതുണ്ട്. आपसे एक बात बोलना चाहता हूँ. കണ്ടോ, आपसे एक बात बोलना चाहता हूँ, താങ്കളോട് എനിക്കൊരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട്, പറയേണ്ടതുണ്ട്. चाहता हूँ, മനസ്സിലായോ? അപ്പോൾ चाहता हूँ എനിക്ക് പറയേണ്ടതുണ്ട്, എനിക്ക് പറയാൻ ആവശ്യമായിട്ടുണ്ട്. പൈസ देना चाहता हूँ, मैं आपको पैसा देना चाहता हूँ, ഞാൻ നിങ്ങൾക്ക് കാശ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. आप क्या पैसा देना चाहते हैं, पैसा देना चाहते हैं, താങ്കൾ എനിക്ക് പൈസ തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ. അപ്പോൾ ഈ ഉദ്ദേശം, ആഗ്രഹം, ആവശ്യം എന്നൊക്കെ പറയാനാണിത്. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒന്നല്ലേ ചാഹിയേ, ക്യാ ചാഹിയേ. ഈ ചാഹിയേ എന്നത് ഇതിൻ്റെ അനുജൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ നിങ്ങൾക്കും ഹിന്ദിക്കാരെ പോലെ ഇനി ഹിന്ദി സംസാരിക്കാൻ വളരെ സരളമായി ഹിന്ദി യൂണിയൻ നിങ്ങൾ ഫോളോ ചെയ്യുക. ശുക്രിയ ആപ്ക, ഖുദാ ഹാഫിസ്.